ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് കല്യാണ തിരക്ക്, അതേപോലെ തന്നെ കുറേ വീട്ടിലത്തെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ടൈം കിട്ടിയില്ല. ഇത് ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ചെറിയ ഒരു വീഡിയോ ആണ്. നമ്മളുടെ മെയിൻ ഷെഫ്, നമ്മളുടെ മുജിയാപ്പ, നമ്മളുടെ നാട്ടിലെല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ മുജിയാപ്പ ഉണ്ടാക്കിയ അടിപൊളി ഗീ റൈസും അതേപോലത്തെ ചിക്കൻ കറിയും നമ്മളെല്ലാവരും പുഴയുടെ സൈഡിലൊക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സെറ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മളെ മെയിൻ ഷെഫ് അൽ മുജിയാപ്പ നമ്മളുടെ കൂടെ പിക്ക് ചെയ്യാൻ വന്നിട്ട് എത്തിയിട്ടുണ്ട്. മുജിയാപ്പാൻ്റെ വണ്ടിയിലാണ്. മുജിയാപ്പ തെറിവരാതിരിക്കാൻ മൊബൈൽ പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, സാധനങ്ങളെല്ലാം സെറ്റാണ്. പച്ചക്കറി, അതേപോലെ തന്നെ മുജിയാപ്പ സ്പോൺസർ ചെയ്ത മുജിയാപ്പാൻ്റെ ചെമ്പ്, കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം, നിങ്ങൾ പോയിട്ട് വറക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ട പിള്ളേരാണത്. കണ്ടില്ലേ, ഓരോ സ്പീക്കറൊക്കെ എടുത്ത് വേറെ വൈബാക്കിയിട്ട് അടിച്ച് തമർക്കാൻ തന്നെ തീരുമാനിച്ചിട്ട് തോന്നണം. ഒരാള് പോയി ഒരാൾ വറക് ഇത്ര നേരമായിട്ട് കൊണ്ടുവന്നില്ല. ഇതാണ് നമ്മളുടെ കോൽപ്പാടത്തിന്റെ ഫിറോസ്ക. വറക് തെരയാൻ പോകുന്ന കേസ്. വെള്ളം വേണം, തുണി. ഇനിയിപ്പോ സ്യാബ് പറഞ്ഞാരും കേട്ടില്ല എന്ന് പറയണ്ട. പാവം പരിക്കായിട്ട് നല്ല പണിയെടുക്കുന്നുണ്ട് എന്നാ പറയണേ. കളിക്കാൻ പോയിട്ട് കൈ ഇടന്ന് ഇരിക്കുകയാണ്. നമ്മളെ പുന്നപ്പുഴയുടെ സൈഡിലുള്ള പുതിയ പറമ്പ് ആരാ വാങ്ങിക്കണമെന്നൊന്നും അറിയില്ല. ആരാണെങ്കിലും ഒന്ന് പൊരുത്തപ്പെട്ടു തരുന്നുണ്ടോ? നിങ്ങളെ പഴയ ഉണങ്ങിയ 2-3 കോങ്ങിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കത്തിക്കാൻ. അപ്പോൾ ക്ഷമിക്കുക. ചെറിയ ഷോർട്സ് മാത്രമേ. അതിന് കളഞ്ഞിട്ട് ഒന്നുകൂടി കഴിക്കണേ. എടാ, പാട്ട് നല്ല റൊമാൻറ്റിക് സോങ് നോക്ക്. പോയി കളിക്കണ്ടേ. ചാച്ചിട്ടും വെള്ളം വേണടാ. വെള്ളം ചകിലേ കേട്ടോ. പിള്ളേര് അരി കഴുകി എത്തിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, സെറ്റ്.
പൊന്തിക്കും കേട്ടോ. ഒരു പക്കത്തെ കൂടി പറയാം അതാദ്യത്തെ ബക്കറ്റിലാണെന്ന് പറഞ്ഞു ഒക്കെ പറ ഒന്ന് 2-3 വെട്ടിട്ട് സാവുപ്പ. അപ്പോൾ നമ്മളുടെ അടിപൊളി ഗീ റൈസും ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാലോ? ആട്ടോ സാധുപ്പാനത്തി ആരും ഇരിക്കണ്ട കേട്ടോ. സാധുപ്പാനത്തി ആയിരിക്കൂല. ചേട്ടൻ നല്ല രസമുണ്ട്. ചേട്ടൻ നോക്കുവോ? ചേട്ടൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. ആരെങ്കിലും എന്നെ ചോദിച്ചിട്ട് നിനക്ക് കമന്റ് ചെയ്ത് എന്റെ നമ്പർ കൊടുക്കണേ. ഓക്കെ, താങ്ക് യു. ഫുഡ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ ഇത്രയും എൻജോയ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ഇത്രയും ടേസ്റ്റോടുള്ള ഒരു ഫുഡ് ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ കിട്ടിയിരുന്നില്ല. ഒരുപാട് ഫുഡ് തീരാൻ പോണു. വൈകിയ വേളയിൽ അവിടെ നമ്മുടെ നിസാമ് വരുന്നുണ്ട്. നമ്മള് മുജീബ് എന്ന് പറയുന്ന ഞങ്ങളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായ എത്രയോ ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫുഡ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞങ്ങൾക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത എവിടെ കല്യാണങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ച് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. എങ്ങനെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയണം? അടിപൊളി സെറ്റ്. ഇത് നമ്മളുടെ ബഷീർ. എങ്ങനെയുണ്ട് മുജാപ്പാന്റെ ഫുഡ്? കറിന്റെ ആവശ്യമില്ല. അതെ, ചോറ് മാത്രം. ഇതിനെന്താ പീസൊന്നും കൊടുക്കാതെ? മുജാപ്പാക്ക് പീസ് കൊടുക്കോ?
അടിപൊളി സെറ്റ് ഫുഡ് മുജിയപ്പ സമയത്തായിരുന്നു നിർത്തണം എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ആഘോഷം തന്നെയായിരുന്നു നമുക്ക്. എല്ലാവരും പാടെ ഒരുമിച്ചിരുന്നുള്ള ആ ഫുഡ് കഴിക്കലും ഫുഡ് കുക്കിങ്ങും എല്ലാം. അത് അവസാനം കണ്ടില്ലേ, വരുമ്പോഴുള്ള ഉഷാറ് പോകുമ്പോൾ ഒറ്റ ഒന്നിനും കാണില്ല, നടക്കാൻ വയ്ക്കാത്ത പോലെ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയി കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ഗുഡ് ബൈ. അടുത്ത മന്തിയൊക്കെ അടുത്ത ഞായറാഴ്ച മന്തി നമുക്ക് ആരും മൊത്തത്തിൽ പോകണം കേട്ടോ.